ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷിപ്പ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അധികം ലോങ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം മിൽക്ക് ഷേക്കാണ്. അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഒരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഉണ്ടാകുന്നൊരു പൊടിയാണ് അമൃതം പൊടി. അംഗൻവാടിയിൽ നിന്ന് 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു പൗഡറാണ് അമൃതം പൊടി. ഒരു ന്യൂട്രിമിക്സ് പൗഡറാണ്. ധാരാളം പോഷക സമൃദ്ധമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയവർക്കും പ്രായമായവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ന്യൂട്രിമിക്സ് പൗഡറാണിത്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. ചില കുട്ടികൾ ഈ അമൃതം പൊടി കുറുക്കാക്കി കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ല യൂസ്ഫുള്ളായിരിക്കും അമ്മമാർക്ക്. 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അമൃതം പൊടിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. മധുരത്തിന് ഞാൻ ഇതിൽ ഡേറ്റ്സും നേന്ത്രപ്പഴവുമാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ്സ് കുരു കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നേന്ത്രപ്പഴം നമ്മൾ ചെറുത് ഉപയോഗിച്ചാൽ മതി, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ഉപയോഗിച്ചാലും മതി. ഇനി പാലും അമൃതവും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഒരു പാനിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അമൃതം പൊടി ഇട്ട് കട്ടകളൊന്നുമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അധികം ടൈമൊന്നും വരില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ അമൃതം പൊടി ഇതിൽ കുക്കായിട്ട് വരും. നിങ്ങൾ എൻ്റെ വീഡിയോ പുതുതായി കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ച് ടൈമൊന്ന് കാണുക, എന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് ടൈമേ ആവശ്യം വരുള്ളൂ. അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് കുക്കായിട്ട് വേണ്ടത്. ഇതൊന്ന് ചൂടാറി മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സിയിൽ ഒഴിച്ച് ഷേക്കാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച ഡേറ്റ്സും നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ടാണ് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ 5 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഡേറ്റ്സ് ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് അമൃതത്തിൻ്റെ മിക്സ് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ നേന്ത്രപ്പഴവും ഈ ഡേറ്റ്സും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഫുള്ളായിട്ട് പാൽ മിക്സ് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് അരഞ്ഞിട്ടില്ല, കട്ടായിട്ട് കിടക്കും. ഈ നേന്ത്രപ്പഴം ഈ ഡേറ്റ്സൊക്കെ കട്ടായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള അമൃതം പാൽ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ട് വരാം. പിന്നെ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഗ്ലാസ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ സിറപ്പ് ആകുമ്പോൾ ഏത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അമൃതത്തിൻ്റെ ടേസ്റ്റ് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഗാർണിഷ് ചെയ്യാൻ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് കയ്യിൽ അത് ആവശ്യം ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾ പെട്ടെന്ന് കുടിച്ച് തീർക്കും. ഇതൊരു 3 ഗ്ലാസ്സിനുള്ളൂ. 1/2 ലിറ്റർ പാലുകൊണ്ട് 3 ഗ്ലാസ് ഉണ്ടാക്കാം. ഈ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും അതൊന്ന് കണ്ട് നോക്കുക. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സും കാഷ്യൂ നട്ട്സാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ എന്താണ് അവൈലബിൾ അത് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇവിടെ ചോക്ലേറ്റ് ചിപ്സും കാഷ്യൂ നട്ട്സാണ് ഉപയോഗിച്ച് ഡെക്കറേഷൻ ചെയ്യുന്നത്.
ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരിതിൽ അമൃതം പൊടിയാണ് ഇട്ടിരിക്കുന്നതും കൂടി അറിയില്ല. ഒരു പെട്ടെന്ന് കുടിച്ച ഗ്ലാസ് കാലിയാക്കും. ചോക്ലേറ്റ് ചിപ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് എത്തിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക. വളരെ